ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗെയിമിംഗ് പിക്ചർ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റിൻ്റെ എപ്പിസോഡ് 3 ആയിട്ടാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ വീടൊക്കെ ബിൽഡ് ചെയ്തു, കാണിച്ചു തരാം. അതുകൊണ്ട് ഈ വീടൊക്കെ ബിൽഡ് ചെയ്തു. ഞാൻ എപ്പിസോഡ് 2 ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുമ്പാണ് എപ്പിസോഡ് 3 എടുത്തത്. ഈ വീട് ബിൽഡ് ചെയ്യുന്നതും കുറേ അത്യാവശ്യം 40 മിനിറ്റോളം ലെങ്തുള്ളൊരു വീഡിയോ ആയിരുന്നു. പക്ഷേ ആ GTA 5 വീഡിയോയ്ക്ക് പറ്റിയ അതേ പ്രോബ്ലം ഇതിനെ പറ്റി, സ്റ്റക്കായി, ഇടയ്ക്ക് സ്റ്റക്കായി. അപ്പോൾ ഞാൻ വലിയതായിട്ട് സീരിയസ്നെസ് ആയിട്ട് എടുത്തില്ല. അപ്പോൾ ഞാൻ എല്ലാം കഴിഞ്ഞ് ആ ഒരു വീഡിയോ റിവൈൻഡ് അടിച്ച് നോക്കിയപ്പോൾ ഭയങ്കര എൻ്റെ വോയിസ് സ്റ്റക്കായപ്പോൾ മുതൽ എൻ്റെ വോയിസ് സ്റ്റക്കാണ്. എന്ന് വെച്ചാൽ എൻ്റെ ഉണ്ട് ഇപ്പോഴും ആ ഫൂട്ടേജ് ഒക്കെയാണ്. ഞാൻ വേണമെങ്കിൽ സൈഡിൽ കാണിക്കാം. ഈ വീട് ബിൽഡ് ചെയ്യുന്നതൊക്കെ ഞാൻ പറഞ്ഞത് വലിയ രസമുള്ള വീടൊന്നുമല്ല. അപ്പോൾ ഇനിയും കുറേ പരിപാടികൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഞാൻ എപ്പിസോഡ് 3, അതായത് മേളിൽ കാണുന്ന ആ വീഡിയോയില്ലേ, ആ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ തൊട്ടപ്പുറത്ത് അടുത്തതായിട്ട് തന്നെ എടുക്കുന്ന വീഡിയോ ആണ്. കാരണം എപ്പിസോഡ് 3 ആയിട്ട് ഇടണമല്ലോ മൈൻക്രാഫ്റ്റിൻ്റെ. അതുകൊണ്ട് ഈ വീഡിയോയ്ക്ക് വലിയ രീതിയിലുള്ള ലെങ്ത് ഒന്നും കാണത്തില്ല. കാരണം മറ്റേ വീഡിയോ തന്നെ ഏകദേശം ഒരു 40 മിനിറ്റോളം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയ്ക്ക് വലിയ ലെങ്ത് കാണത്തില്ല. അപ്പോൾ നമുക്ക് ഉറങ്ങാനിപ്പോൾ പറ്റത്തില്ല. കാരണം ഇത്രയുമല്ല, തണ്ടർ സ്റ്റോം, ഇടിവെട്ടിയോ മഴയോ ഇല്ല, സാധാ ഒരു മഴയാണ്. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഷെയ്ഡർ ഇട്ടത് കൊണ്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് വലിയ രീതിയിൽ സ്റ്റക്കായത്. അപ്പോൾ എന്ത് ചെയ്യാനാണ്. അപ്പം നമുക്കിപ്പോൾ ഹങ്കറാണ്. 4 ബ്രെഡുണ്ട് കൈ, നമുക്ക് ഇച്ചിരി കഴിക്കാം. അപ്പം ഞാൻ എടുത്ത വീഡിയോ പറയുണ്ടായി, ആ വില്ലേജിൻ്റെ അപ്പുറത്ത് ഒരു വലിയൊരു കേവ് പോലൊരു സംഭവം ഉണ്ട്. അതിൻ്റെ അകത്തൊക്കെ ഞാൻ പോയി. അപ്പോൾ അതിൻ്റെ അകത്ത് വലിയ ഗുഹയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പോൾ അടുക്കാൻ പറ്റത്തില്ല, അവിടെ ഫുള്ള് മോപ്സ് ആണ് എന്നൊക്കെ പറയാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ അവിടോട്ടൊക്കെ പോകാമെന്നൊക്കെ ഞാൻ ആ എടുത്ത വീഡിയോ പറഞ്ഞതാണ്. പക്ഷെ ഇപ്പോൾ ആ വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ ഫുള്ള് സ്റ്റക്കാണ്. അപ്പോൾ ഇനി ഞാൻ മേലെ ഷെയ്ഡർ ഇട്ടുകൊണ്ട് കളിക്കത്തില്ല. പിന്നെ ഷെയ്ഡർ ഓഫ് ചെയ്യാൻ ഇൻട്രോ എടുക്കാനാണ് ഷെയ്ഡർ ഇട്ടത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ വീട് പണിതു. ഏകദേശം ഒരു 1.5 മണിക്കൂർ എടുത്തിട്ട് വീഡിയോ, 40 മിനിറ്റ് ഉണ്ടായിരുന്ന വീഡിയോ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ വീട് ഇത്രേ ഉള്ളൂ. വലിയ രസമുണ്ടോയെന്ന് ചോദിച്ചാൽ രസമൊന്നുമില്ല. അപ്പം നമുക്കിപ്പം വേണ്ട ഒരു വീട് ഇതാണ്. എനിക്കാണെങ്കിൽ ഇപ്പോൾ ഉറങ്ങാനും പറ്റുന്നില്ല. അപ്പം നമ്മളിപ്പോൾ എന്താ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഞാനിവിടെയൊക്കെ അടുത്ത് എന്താണ് പറയുന്നത്, മോപ്സ് സ്പോൺ ആകാതിരിക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചായിരുന്നു. അപ്പം നമുക്ക് എന്തായാലും ഇപ്പോൾ നമ്മുടെ വില്ലേജിൻ്റെ അങ്ങോട്ട് പോവാം. കുറച്ച് കോളൊക്കെ കളക്ട് ചെയ്യണം. അതൊക്കെ നമുക്ക് കളക്ട് ചെയ്യാം. എനിക്കാണെങ്കിൽ ദേഷ്യവും വിഷമമൊക്കെ വരുന്നുണ്ട്. കാരണം അത്യാവശ്യം നല്ലൊരു ലെങ്തുള്ളൊരു എപ്പിസോഡായിരുന്നു. ലെങ്തൊന്നും മാത്രമല്ല, നല്ലൊരു എപ്പിസോഡായിരുന്നു. ഇതാണ് എൻ്റെ അടി വല്ലതും ഉണ്ടോ? നമുക്കിപ്പോൾ അടി പോകണ്ട. സ്റ്റക്കാവുമ്പോഴേ അന്ന് ചില സമയത്ത് സ്റ്റക്കായാലും കുഴപ്പമൊന്നും കാണത്തില്ല റെക്കോർഡ് ചെയ്യുമ്പോൾ. പക്ഷെ ഇതിപ്പോൾ ചെറുതായിട്ട് അപ്പം ആ ഒരൊറ്റ വട്ടം സ്റ്റക്കായുള്ളൂ. നമ്മൾ തിരിച്ച് വില്ലേജ് എത്തിയിട്ടുണ്ട്. രാത്രിയായോ അതോ മഴ കഴിഞ്ഞതിൻ്റെ ഒരിതാണ്. ഉറങ്ങാൻ നമുക്ക് നോക്കാം, ബെഡിൽ കിടന്ന് നോക്കാം ഉറങ്ങാൻ പറ്റുമോയെന്ന്. ഇവിടെ ബെഡ് കാണും. ഇവനെ നമ്മൾ അടച്ചിട്ടേക്കാം. അവനെ ഇറങ്ങാൻ നോക്കുകയാണ്. അവനെ ഇറങ്ങാൻ പറ്റത്തില്ല. ഇവിടുത്തെ ബെഡാണ് നമ്മൾ എടുത്ത് അടിച്ചു മാറ്റിക്കൊണ്ട് നമ്മളെ വീട്ടിൽ കൊണ്ട് വെച്ചത്. നമുക്കിപ്പോൾ ഉറങ്ങാൻ നോക്കാം. ഉറങ്ങാറായെങ്കിൽ വില്ലേജേഴ്സൊക്കെ വീട്ടിൽ പോകേണ്ടതാണ് തിരിച്ച്. ഇതാണ് നമ്മുടെ വീട്. ഇവിടുത്തെ വില്ലേജിലെ ഒക്കെ രാത്രി തന്നെ ആയായിരുന്നു. അപ്പം നമ്മൾക്കിപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. ഒരുമാതിരി മറ്റേടത്തെ പരിപാടിയായിപ്പോയി. അപ്പം നമുക്കിപ്പോൾ കുറച്ച് ആയുധങ്ങൾ കയ്യിലെടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പിക്കാക്സിൻ്റെ ഹെൽത്ത് കുറഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ നല്ലൊരു പിക്കാക്സ് ഉണ്ടാക്കാൻ പോയി. ഇത് റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോൾ അറിയാം ഇത് സ്റ്റക്കായോന്ന്. എൻ്റെ കയ്യിലാണെങ്കിൽ ഒന്നും ഇല്ലല്ലോ, വീട്ടിൽ ഇരിക്കുവാണ്. നമുക്ക് ഇച്ചിരി വുഡ് കട്ട് ചെയ്തിട്ട് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി കുറച്ച് പിക്കാക്സ് ഉണ്ടാക്കട്ടെ. നമ്മൾ ആ കേവിൻ്റെ അകത്തോട്ട് ഇറങ്ങി കുറച്ച് സംഭവങ്ങൾ കളക്ട് ചെയ്യണം. അപ്പോൾ വലിയ ലെങ്ത് ഒന്നും കാണത്തില്ല ഈ വീഡിയോയ്ക്ക്. കാരണം മുമ്പത്തെ വീഡിയോ തന്നെ 45 മിനിറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതെടുത്തു കഴിഞ്ഞ ഉടനെയാണ് ഇത് വെച്ച് ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. 45 മിനിറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതെടുത്തു കഴിഞ്ഞ ഉടനെയാണ് ഇത് വെച്ച് ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. മറ്റേത് തന്നെ വേണം. അതെടുത്തു കഴിഞ്ഞാണ് ഞാൻ ഇതെടുക്കുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ എണ്ണീറ്റ് പോകാൻ തുടങ്ങിയപ്പോൾ ജസ്റ്റ് ചുമ്മാ ഒന്ന് എടുത്ത് നോക്കാം, റിവൈൻഡ് അടിച്ച് കാണാമെന്ന് വെച്ച് നോക്കിയപ്പോൾ കണ്ടതാണ്. അത് നന്നായി ഒരു കണക്കിന് നോക്കി, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാൻ എടുക്കുമ്പോഴേ അറിയത്തുള്ളൂ. അയ്യോ ഇപ്പം വീണേ.
അതുകൊണ്ട് അവിടെ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ആ മരത്തിൻ്റെ വുഡ് നമുക്ക് കളക്ട് ചെയ്യണം. ഓക്കാന്ന് തോന്നുന്നു ആ മരം. ഓക്കെ, ഇപ്പം 4 എണ്ണമായി. പിന്നെ ഓക്കെ, അല്ല ഇങ്ങനല്ല, ഇങ്ങനെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിള്. ആവശ്യമില്ലാത്തതൊന്നും കൈവെക്കണ്ട പോ. ഓക്കെ, അത് കളക്ട് ചെയ്ത് എന്നിട്ട് ഇപ്പം തിരിച്ചു പോവാം. നമ്മുടെ അയൺ ഗോളത്തിന് ഇതുവരെ നമ്മൾ കൊന്നില്ല. കൊല്ലണം, നമുക്ക് അയണിൻ്റെ ആവശ്യം വരും. ഇപ്പം നമ്മൾ കേവിലോട്ട് ഇറങ്ങുമ്പോഴേ അയൺ കിട്ടുമോ നോക്കാം. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവനെ തീർക്കാം. ഇവിടെ എങ്ങാണ്ടായിരുന്നു ആ കേവ്, അവിടെ ആയിരുന്നു. അയ്യോ, ഇവിടെ ആയിരുന്നല്ലോ. ഇവിടെ ആയിരുന്നു, ഇവിടെ അല്ല. ഇറങ്ങിയപ്പോൾ കുറെ ക്രീപ്പർ ഉണ്ടായിരുന്നു ആവശ്യത്ത്. അപ്പം നമുക്കിപ്പോൾ പിക്കാക്സ് വേണം. ഒരെണ്ണം കൂടെ ഉണ്ടാക്കിയേക്കാം. കാരണം ഇതിൻ്റെ അടി കൂടുതലും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൈവെക്കാം. ആവശ്യമില്ലാത്തതൊക്കെ ഇവിടുത്തെ ഒരു ബെഡ് റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്യാം. അതപ്പോൾ ചത്താലും ഇവിടെ തന്നെ സ്പോണാവും. നമുക്ക് പെട്ടെന്ന് സാധനം എടുക്കാം. എന്നിട്ടൊരു ചെസ്റ്റും കൂടെ എടുത്തോണ്ട് ഇവിടെ വന്ന് വെക്കാം. നീങ്ങുക കൂടെ. അയ്യോ, ഇതിൻ്റെ അകത്ത് ഇത്ര സാധനം ഉണ്ടായിരുന്നു. ഇതിൻ്റെ അകത്തൊക്കെ ഇത്ര സാധനം ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴാണ് ഇതൊക്കെ അറിയുന്നത്. ഓക്കെ ഓടിക്കോ. ഇനി ഞാൻ മേലെ ഷെയ്ഡർ ഇട്ടുകൊണ്ട് കളിക്കത്തില്ല. അതെന്താണ് അങ്ങനെ എനിക്കറിയത്തില്ല. വലിയ മൈൻക്രാഫ്റ്റ് വലുതായിട്ട് സ്റ്റക്ക് ആവാറില്ല ഷെയ്ഡർ ഇട്ടാൽ. ഇന്നെന്തോ പെട്ടെന്നൊന്ന് സ്റ്റക്കായപ്പോൾ പിന്നെ എൻ്റെ ഓഡിയോ പിന്നെ ഇങ്ങനെ കട്ടാവാൻ തുടങ്ങി. നമ്മളെ ചെസ്റ്റ് ഇവിടെ വെക്കാം. ചെസ്റ്റ് എന്ത് ചെയ്യും? ചെസ്റ്റ് എടുത്തില്ല, ബാക്കിയെല്ലാം എടുത്തോണ്ട് വന്നത് സമയം കളയാനായിട്ട്. ചെസ്റ്റിൻ്റെ അകത്തോട്ട് ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും പറ്റിയത് കുഴിയെല്ലാം പോയി കയറി വരാൻ ഇച്ചിരി ബ്ലോക്ക് കൈ വെച്ചാൽ മതി. ഇതൊക്കെ കയ്യിരുന്നോട്ടെ, ഗോൾഡൊന്നും വേണ്ട. പോയതാ. കുറച്ച് ആയുധങ്ങൾ മതി കൈ. ഫുഡ് വേണം, അത് മെയിനാണ്. ഇപ്പം ഫുഡ് വേണം. അതിൻ്റെ അതോടെ ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഫുഡ് ഉണ്ടാക്കണം. ഇതൊന്നും വേണ്ട ഇപ്പം. ആയുധങ്ങൾ ഓൺലി ആയുധം. പിന്നെ അതും വീഴാം. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ കുറച്ച് ഫുഡ് ഉണ്ടാക്കണം. വീറ്റ് ഞാൻ ഏതിൻ്റെ അകത്തായിരുന്നു വെച്ചേ? വീറ്റിങ് നമുക്ക് കുറച്ച് ക്രാഫ്റ്റിംഗ് ടേബിളിൽ കൂടെ പോയിട്ട് കുറച്ച് ബ്രെഡ് ഉണ്ടാക്കാം. ബ്രെഡ് ആകുമ്പോൾ പെട്ടെന്ന് ഹങ്കർ ഫില്ലാവും. ഇപ്പം ഹെൽത്ത് പോയി. അപ്പം നമുക്ക് ബ്രെഡ് ഉണ്ടാക്കാം. നമ്മളിങ്ങനെ ചുമ്മാ റാൻഡായിട്ട് വെച്ച 8, 10, 14, 15 ഇച്ചിരിയും കൂടെ ഉണ്ടാക്കാം. ഓക്കെ, നമ്മൾ 20 ബ്രെഡ് ഉണ്ടാക്കി. ഇപ്പം നമുക്ക് അത്യാവശ്യം വേണ്ട സാധനമേ ഉള്ളൂ. നമുക്ക് ബെഡ് ഇവിടെ വെച്ചിട്ട് റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്യാം. ഒരു ബെഡ് എടുത്തോണ്ട് പോവാം. വേണമെങ്കിൽ പോയാൽ മതി അല്ലേ? വേണമെങ്കിൽ ബെഡ് മതി. ഇപ്പോഴേ എനിക്ക് ഹങ്കർ ആവാറായി. ഓക്കെ, നമ്മൾ എന്തായാലും ധൈര്യപൂർവ്വം ഇതിനകത്തേക്ക് ഇറങ്ങാനായിട്ട് പോവുകയാണ്. നമുക്ക് ഇവിടെ നിന്ന് നിരീക്ഷിക്കാം. നമ്മൾ ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാനും പിന്നെ പറ്റുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് എടുക്കാനുമാണ് പോകുന്നത്. വേറെ ഒന്നുമില്ല. ഇതിനകത്തോടെ ഞാൻ ഹെൽത്ത് പോയി. ആ വശത്ത് കുറെ ക്രീപ്പറുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇങ്ങോട്ടേക്ക് പോകാം. ഒരു കാര്യം ചെയ്യാം. പെട്ടെന്ന് ഇങ്ങനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. ഫുള്ള് കോഴിയാണ്. അയ്യോ, ഞാൻ പറഞ്ഞില്ലേ. അടിയടാ. നമ്മളവനെ കൊന്നങ്ങ്. വലിയ ഗെയിമാണ്. ഹെന്നായിരുന്നു. അത്യാവശ്യം വലിയ കേവാണ്. ഇവിടെ കുറെ കോളുണ്ട്. അത്യാവശ്യം വലിയ കേവാണ്. അവിടെ അയണുണ്ട്. അയൺ നമുക്കിപ്പോൾ വേണം. ഇവിടെ അങ്ങാണ്ട് കണ്ടായിരുന്നല്ലോ. ഇവിടെ എന്താ വെളിച്ചം കാണുന്നേ? ഓക്കെ, സോംബീസ് കമ്മിങ്. ഇവന്മാരൊന്നും ചാവത്തില്ല. നമ്മൾ ഓരോരുത്തരായിട്ട് വരുന്നതുകൊണ്ടാണ് നമ്മൾ ഡിഫെൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റത്തില്ല.
അത് ഇത്ര ഉള്ളു. എനിക്ക് പേടിയൊക്കെ ഉണ്ട് എൻ്റെ അതുകൊണ്ട് ഇറങ്ങിപ്പോൻ. അവിടെ ഒരുത്തൻ നിപ്പുണ്ട്. നമുക്ക് കോള് മാക്സിമം അല്ല, കോളല്ല, അയൺ മാക്സിമം കളക്ട് ചെയ്യണം. അയൺ നമുക്ക് ആവശ്യമുണ്ട്. ഇവിടെ ആയിരുന്നു, ഇവിടെ അങ്ങാണ്ട് ഒരു അയൺ കുറച്ച് കണ്ടായിരുന്നു മുമ്പേ. എവിടെ ആയിരുന്നു? അവിടെ മേളോട്ട് ഇങ്ങനെ കയറിപ്പോ. എന്താണ് തടസ്സം? ഇവിടെ എന്താണ് തടസ്സം? അയ്യോ, ഞാൻ ചത്തേനെ. അവിടെ കുറച്ച് അയണുണ്ട്. അപ്പുറത്ത് കാണുമോ? ഉണ്ട്. ഇത്ര ഉള്ളു. ഇനി ഇവിടെ നിൽക്കണ്ട, വെള്ളത്തിൽ നമ്മൾ മുങ്ങിച്ചാവും. ഓക്കെ, ഇവിടെ എന്താണ് ഇങ്ങോട്ട്? ഇവിടോട്ടൊന്നും കാണത്തില്ല. പിന്നെ അവിടെ എന്താ? അവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ ഒന്നുമില്ല. പിന്നെ നീ അങ്ങോട്ടാണ്. അവിടെ ഒരുത്തൻ നമ്മളെ കണ്ടോണ്ട് തുള്ളിച്ചാടിക്കൊണ്ട് സന്തോഷിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്കുണ്ട്. അപ്പുറത്തെ വശത്തൊരു കേവില്ല, അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. സോംബി നമ്മളെ കണ്ടോണ്ട് ഇന്നത്തെ ആഹാരം കിട്ടുമെന്ന് വെച്ചിട്ട് വരുന്നുണ്ട്. ഓക്കെ, രാത്രി ആവാറായി, നമുക്ക് മേളിൽ പോവാം. ആഹാ, കൊള്ളാലോ. എണീറ്റ് പോടാ. ഞാനിവിടെ കൊണ്ടുവച്ചതിൻ്റെ മേളിൽ കിടന്ന് കറങ്ങുന്നു. ഓക്കെ, മോർണിംഗ്. നമുക്കിനി ആ വശത്തെ കേവിലോട്ട് പോവാം. ഇവിടെ സേഫായിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു മുട്ട കിടക്കുന്നത് നമുക്ക് കളക്ട് ചെയ്യാം. ഇവിടെ കുറേ കോളുണ്ട് കേട്ടോ, കളക്ട് ചെയ്യണം. എൻ്റെ അടിയിൽ ഓക്കെ, എനിക്ക് ആ കേവിൻ്റെ തന്നെ പാട്ടാണ്. ഉൻ്റെ മോൻ എന്തോ അവിടെ കുറച്ച് കോളുണ്ട്, നമുക്കത് കളക്ട് ചെയ്യാം. പക്ഷെ വലിയ കേവാണ് കേട്ടോ. കേവ് തന്നെയാണോ അവിടെ? ഇവിടെ അങ്ങാണ്ട് കോള്, അവിടെ ഇറങ്ങാൻ പേടിയാണ്, എങ്ങാനും പോയാ. ഓക്കെ, നമ്മളത്ര മതി. ഇപ്പം ഇറങ്ങണ്ട. അപ്പം നമ്മളെ വലിയ പ്രൊട്ടക്ഷൻ ആകെയുള്ള ഒരു സോഡും പിന്നെ കുറച്ച് ഷീൽഡും ഒക്കെ ഉള്ളു. ഇവിടെ എന്തോ വലിയ അതുകൊണ്ട് അവിടെ ഗോൾഡ് റെഡിൻ്റെ സാധനം, അവിടെ കുറച്ച് അയൺ ഉണ്ട്. അവിടെ ഉണ്ട് കോള്, അവിടെ കുറച്ച് കോളുണ്ട്. പിന്നെ എന്താണ് വലിയാണ്ട് ഇവിടെ കുറച്ച് കോളുണ്ട്, കുറേ കോളുണ്ട് ഇവിടെ. ഇവിടോട്ട് വരാം. അവിടുത്തെ ലൈറ്റ്, അപ്പോൾ ഇവിടൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം ശരിക്കും പറഞ്ഞാൽ. ഇപ്പം നമുക്ക് കുറച്ച് ലൈറ്റ്, ഇവിടെ ഫുള്ള് ലൈറ്റ് അപ്പ് ചെയ്യണം. ഇവിടെ ഫുള്ള് ലൈറ്റ് അപ്പ് ചെയ്യണം. അപ്പോൾ ആ മോബ്സ് പിന്നെ സ്പോൺ ആകത്തില്ല. ലൈറ്റ് അപ്പ് ചെയ്താൽ നമുക്ക് പിന്നെ ധൈര്യമായിട്ട് ഇറങ്ങാം. അപ്പോൾ എനിക്ക് ലൈറ്റ് അപ്പ് ചെയ്ത് ഇറങ്ങാനൊരു പേടി. അപ്പോൾ ഇപ്പം എത്ര കോളുണ്ട്? 7 കോള് കളക്ട് ചെയ്ത്. അവിടെ ഇഷ്ടം പോലെ കോളാണ്. ഇത് തന്നെയാണ് അതും. ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് പോവാം. അത് മറ്റേ സ്ഥലം തന്നെയാണ്. ഇവിടെയാണ് ഞാൻ മുമ്പേ വന്നപ്പോൾ കുറേ എണ്ണത്തിനെ കണ്ടത്. ഓക്കെ, എല്ലാം അത് തന്നെ. എന്തായാലും വലിയ ഓക്കെ, അവിടെ ചുമന്ന കണ്ടത് ലാവയാണ്. അങ്ങോട്ടോ നീയുണ്ട്, ഇഷ്ടം പോലെയാണ്. വലിയൊരു കേവാണ്. അടിയാണെങ്കിൽ ഫുള്ള് മോപ്സ് ആണ്. ഇപ്പം ഇറങ്ങിയാൽ നമ്മുടെ പൊടി പോലും കിട്ടത്തില്ല. ഇറങ്ങാനും പാടാണ് ഇവിടുന്ന്. ഓക്കെ, അവിടെ കുറെ കോളുണ്ട്, അവിടെ കുറച്ച് കോളുണ്ട്. അത്യാവശ്യം കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഗോൾഡ് ഉണ്ട് അവിടെ. ഗോൾഡ് അല്ല, നമുക്ക് ഡയമണ്ട് ആണ് വേണ്ടത്. ഇവിടെ ഗോൾഡ് ഉണ്ട്. നമുക്കൊരു കാര്യം, നമുക്ക് താഴോട്ട് ഇറങ്ങാൻ ഒരു വഴി ഉണ്ടാക്കി ഇട്ടേക്കാം. അതിന് മുമ്പ് നമുക്കൊരു അയൺ ബക്കറ്റ് ഉണ്ടാക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ച് നമുക്ക് കയറാനും ഇറങ്ങാനും എളുപ്പമായിരിക്കും. പിന്നെ ഒരു സോയിൽ പോലത്തെ ഒരു സംഭവം, അതും കൂടെ കളക്ട് ചെയ്താൽ പിന്നെ കുറച്ചൊരു പ്ലാൻ ഉണ്ട്. നോക്കട്ടെ, അതിൻ്റെ അടിയിലോട്ട് ഇറങ്ങാനൊരു വഴി ഉണ്ടാക്കിയാൽ സെറ്റായിരിക്കും. അതിന് ഇച്ചിരി സംഭവങ്ങൾ പഠിക്കണം. ആദ്യം നമുക്ക് എന്തുണ്ടാക്കാം? ഒരു ഫർണസ് ഉണ്ടാക്കാം. ഫർണസ് ഇവിടെ ഇരിക്കട്ടെ. ഇനി എൻ്റെ കലാവിരുതുകളാണ് കാണാൻ പറ്റുക. അതിൻ്റെ അടിയിലേക്ക് എങ്ങനെ ഇറങ്ങാമെന്നാണ് നോക്കുന്നത്. ആദ്യം തന്നെ ഇത് മെൽറ്റ് ചെയ്യാൻ വെക്കട്ടെ. മെൽറ്റ് ചെയ്യാൻ സാധനം വേണം. 7 എണ്ണത്തിന് 7 ബ്ലോക്ക് വെച്ചിട്ട് വേണം. സംഭവങ്ങളൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ അടുത്ത വീഡിയോ ചെയ്യാമെന്ന് വെച്ചിരുന്നതാണ്. പക്ഷെ അത് പോയ സ്ഥിതിക്കനെയും വീഡിയോ ഇടണം. 4 എണ്ണം അതേ ഉള്ളൂ. ഓക്കെ, എന്ത് മതി.
അപ്പം എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് നമ്മളൊരു ബക്കറ്റ് ഉണ്ടാക്കും. എന്നിട്ട് ഇങ്ങനെ അടിയിലോട്ട് ഡിഗ് ചെയ്യും. എന്നിട്ട് ബക്കറ്റിൽ നിന്ന് വെള്ളം എടുത്ത് മേളിൽ നിന്ന് ഒഴിക്കും. അപ്പോൾ നമുക്ക് താഴോട്ടും മേളോട്ടും വരും. പക്ഷേ അത്ര നമുക്ക് ബ്രീത്തിങ് കപ്പാസിറ്റി കുറവായതുകൊണ്ട് നമുക്ക് ബ്രീത്ത് ചെയ്യാൻ സംഭവം ഒരു ചെടി ഉണ്ടല്ലോ, അത് നട്ടാൽ സോയിൽ, അതിന് മണ്ണിൻ്റെ സാധനം വേണം. അപ്പോൾ അത് നട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പൊങ്ങി വരും. അത് നമ്മുടെ വീടിൻ്റെ അപ്പുറത്ത് കടലാണ്, എൻ്റെ അടി കാണും ആ സാധനം. അപ്പോൾ നമുക്കത് പോയി അത് എടുത്തുകൊണ്ട് വരാം. അപ്പോഴത്തേക്ക് അത് ബെൽട്ടാവും. അതാണ് എൻ്റെ പ്ലാന്. നടക്കുമോയെന്ന് അറിയത്തില്ല. ബെഡ്റോക്ക് എഡീഷനിൽ പറ്റത്തില്ലായിരുന്നു, ബട്ട് ജാവ എഡീഷനിൽ അത് പറ്റുമെന്നാണ് തോന്നുന്നത്. ബ്രീത്തിങ് കപ്പാസിറ്റി കൂടുവാണോ അതോ ഇനി എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഒരു കാര്യം ചെയ്യാം, ഒരു ബോട്ട് ഉണ്ടാക്കാം. ഞാൻ പൊട്ടന, അവിടെ കുറേ ഇഷ്ടം പോലെ 2-3 സ്റ്റാക്ക് കണക്കിന് ഇതുണ്ടായിരുന്നു. ഇതാണ് വുഡ് കളക്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങ് എടുത്തോണ്ട് വന്നാൽ പോരായിരുന്നു. ബോട്ട് ഉണ്ടായി, ബോട്ട് ഉണ്ടാകില്ലേ, അത്രേ ഉള്ളൂ. ഓക്കെ, നീ ഇവിടെ ഇരുന്നോ, ഞാൻ പോയിട്ട് ആ സാധനം എടുത്തോണ്ട് വരാം. അവിടെ കാണേണ്ടതാണത്. ഇവിടെ ഇതൊന്നുമല്ല, ഇതൊക്കെ മറ്റേ സാധാരണ കടലിലാണ് അത് കാണുന്നത്. ഇത് കടലല്ല, ഇത് കടലല്ല, പക്ഷെ നേരെ ചെന്ന് കേറുന്നത് കടലാണെന്ന് തോന്നുന്നു. നമ്മുടെ വീട് ഈ വശത്തെങ്ങാണ്ടാണ്. അങ്ങോട്ടാ പോന്നേ? ഇവിടെ വെച്ച് തീരുവാണോ? കടൽ എവിടാണ്? അത് കടലാണ്. ഓക്കെ, നമ്മൾ കടലിലോട്ട് കേറിയിട്ടുണ്ട്. കടലാന്ന് പ്രതീക്ഷിക്കുന്നു. അടി കാണേണ്ടതാണ് ആ സാധനം. പേരിന് മറന്നുപോയി. അതാണ്ട് അത്. ഓക്കെ, ഇച്ചിരി എൻ്റെ അടി മറ്റേ സോംബിയുടെ അനിയനുണ്ടല്ലോ, വെള്ളത്തിൻ്റെ അടി ജീവിക്കുന്ന, അവൻ കാണും. ഹോ, പോടാ. അയ്യോ, 10 കളക്ട് ചെയ്തു. എൻ്റെ പേരെന്താണ്? കെൽപ്പ്. അയ്യോ, ഉണ്ട്, അവിടെ കുറച്ചുണ്ട്. അത്യാവശ്യം കുറച്ചങ്ങ് കളക്ട് ചെയ്താ കണ്ടോ. അത് ഇത് വെട്ടുമഴ മേളിപ്പോവും. അപ്പം നമ്മൾ ഇതിൽ കൂടെ നടന്ന, അയ്യോ ശ്വാസം എടുക്കട്ടെ. ഓക്കെ, ഞാൻ പറഞ്ഞു തന്നത് ഇത് സാധനം വെച്ച് നമ്മൾ പൊങ്ങി പെട്ടെന്ന് വരുമെന്നാണ് എൻ്റെ ഒരു ഇത്. അതിനൊരു ഒരു സോയിലുണ്ടല്ലോ, എൻ്റെ പേര് മറന്നുപോയി. ആ സാധനം വേണം. അവിടെ എന്താ ഞാൻ കണ്ട്, അവിടെ അതെന്താ സാധനം? അവിടെ എന്തോ ഇവിടെ ഇതിൻ്റെ അടി ചിലപ്പോൾ ചെസ്റ്റ് കാണാൻ സാധ്യതയുണ്ട് കേട്ടോ. എമറാൾഡ്. അയ്യോ, ഓടിക്കോ, മേളിപ്പോ ഇപ്പൊ ചാവും. അടി കുറെ സാധനം ഉണ്ട് കേട്ടോ. നമ്മളിവിടെ വന്നത് എന്തുകൊണ്ട് നന്നായി. തിരിച്ചു വന്നുള്ള വഴി അറിഞ്ഞാൽ മതി. അത് വരല്ലേ, നമുക്ക് എങ്ങനെങ്കിലും പാ. അപ്പൊ നമുക്ക് ബൈ ബൈ. ഓക്കെ, നമ്മൾ തിരിച്ചു പോവാം. നമുക്കിപ്പോൾ വേണ്ട സംഭവം കിട്ടി. തിരിച്ചു പോകാനുള്ള വഴി എവിടാണ്? വഴി കൂടെ തന്നെ പോവാം. ഇപ്പൊ കെൽപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വെക്കേണ്ട ഒരു രീതി ഉണ്ടല്ലോ, അതിനെ മറന്നുപോയി. അതങ്ങനെ സംഭവം വെക്കേണ്ട രീതി മറന്നുപോയി. അതിനൊരു പ്രത്യേക ഒരു സോയിൽ വേണമെന്ന് തോന്നുന്നു. അതിന്റെ പേര് മറന്നുപോയി ഞാൻ. അപ്പൊ ഈ നമുക്ക് സീൽ പോയാൽ കുറെ സാധനം കിട്ടാണ്. ഇപ്പൊ തന്നെ നമുക്ക് കുറെ സംഭവം കിട്ടി. നമുക്ക് ഇവിടെ അടുത്തല്ലേ നമ്മുടെ വീട്ടിൽ ചെന്ന് അവിടുത്തെ ചെസ്റ്റ് ഇതൊക്കെ വെച്ചിട്ട് പോവാം. നീ ഇവിടെ കിടന്നു, രാത്രിയാവില്ല, നമുക്ക് അവിടെ പോയി കിടന്ന് ഉറങ്ങാം. ഇവിടെ എവിടെ ആയിരുന്നു വീട്?
നമുക്കൊരു കാര്യം ഇപ്പം വീട്ടിൽ പോകണ്ട. ഇപ്പം വീട്ടിൽ ചെന്നാൽ രാത്രിയാവും പണി കിട്ടും. അതുകൊണ്ട് നമുക്ക് നേരെ അങ്ങ് പോവാം. നമ്മൾ വന്ന പോലെ തന്നെ അങ്ങ് പോയാൽ മതി. നമുക്ക് വെറുതെ എന്തിനാ പണി മേടിക്കുന്നത്. അതുകൊണ്ട് അവിടെ കിടക്കുന്നു. ചെറുതായിട്ടൊന്ന് വഴി തെറ്റിയോന്നൊരു ഡൗട്ട്. ചെറുതായിട്ടല്ല, അത്യാവശ്യം നല്ലോണം വഴി തെറ്റി. നമുക്ക് എന്തായാലും ഡിഫെൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം പറയണ്ടല്ലോ. വഴി തെറ്റി, എനിക്ക് തിരിച്ചുള്ള വഴി അറിയത്തില്ല, പണി പെടും. എന്നാലും ഈ ഒരു സ്ഥലത്തുനിന്ന് മാറി നിൽക്കാൻ എനിക്ക് തോന്നുന്നില്ല. അവിടെ തന്നെ കാണും എന്തായാലും. അയ്യോ, ഞാൻ എവിടെ പോയാലും പണി മേടിക്കും. തിരിച്ചു വന്നുള്ള വഴി നോക്കി വെക്കത്തില്ല. അതാണ് എൻ്റെ കുഴപ്പം. തിരിച്ച് എന്തായാലും പാണം. പോയില്ലെങ്കിൽ പോയേ പറ്റത്തുള്ളൂ നമുക്ക് തിരിച്ച്. ഇത് തന്നെ ആയിരുന്നോ വഴി? ഒരു ഉറപ്പില്ല. അത് തിരിച്ചാണോ ആ വശത്ത് വല്ലതാണോ? ഇട്ടും കൂടെ എടുക്കാമായിരുന്നു. ഇതൊക്കെ മറ്റേ നമ്മുടെ ലൈറ്റ്, അവിടെ നമ്മൾ ലൈറ്റ് അപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണ്ടായിരിക്കും ഇതൊക്കെ. ഞാൻ പറയാൻ വന്നത് അതൊക്കെ കുറച്ച് ഷീപ്പ് നിപ്പുണ്ട്. ഇവനെ അങ്ങ് കൊല്ലും. കാരണം കൊന്നില്ലെങ്കിൽ നമ്മൾ വഴി തെറ്റിപ്പോയാലേ പിന്നെ ബെഡ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കൊന്നത്. വഴി തെറ്റി ദൈവമേ, വഴി തെറ്റി. എൻ്റെ പൊന്നിടാവേ, ഞാൻ പോയിക്കോളാം. നിന്നെ ഒന്നും ഉപദ്രവിക്കാൻ വരുന്നില്ല. ഇവിടെ ഇഷ്ടം പോലെ ഷീപ്പ്. എടാ, വഴി തെറ്റില്ലോ. നമുക്കിപ്പോ ഒരു കാര്യം ചെയ്യാം. അയ്യോ, പെട്ട്. കോർഡിനേറ്റ്സ് അറിയാൻ വയ്യാത്തോണ്ടാണ് പ്രശ്നം മൊത്തം. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയോ ബെഡ് വെച്ച് കടന്ന് രാവിലെ ആക്കി. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ തിരിച്ച് വില്ലേജിൽ പോയേ പറ്റത്തുള്ളൂ. എൻ്റെ ദൈവമേ, ഇനി തിരിച്ചു പോകാനുള്ള വഴി എങ്ങനെയായിരുന്നു? കോർഡിനേറ്റ്സ്, നമ്മുടെ വില്ലേജിൻ്റെ കോർഡിനേറ്റ്സ് നോക്കി വെച്ചിട്ടുണ്ട്. അത് നോക്കണം, വേണമെങ്കിൽ നോക്കാം. ഇത് നദി അല്ല, സീ. ഇത് നദിയല്ല, ഇത് സീ. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് എന്തായാലും. ഇനി അപ്പുറത്തെ സൈഡാണോന്നും അറിയത്തില്ല. അപ്പുറത്തന്നെ ആ ബോട്ടും കൂടി ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നാൽ മതിയായിരുന്നു. ഇത് അവിടെ വല്ലതും ആണോ? ആ സൈഡ് വല്ലതും ആണോ? മിക്കവാറും നമ്മുടെ കോർഡിനേറ്റ്സ് നോക്കി പോകേണ്ടി വരും. ലക്ഷണം കണ്ടിട്ട് തോന്നുന്നു. എനിക്ക് തോന്നില്ല ഈ എപ്പിസോഡ് നമുക്ക് തിരിച്ച് വില്ലേജ് ചെല്ലാൻ പറ്റുമെന്ന്. നമുക്ക് ബോട്ട് വേണം. ഓക്കെ, നമുക്ക് എങ്ങനെങ്കിലും ഒന്ന് വില്ലേജ് ചെന്നാൽ മതിയായിരുന്നു. നമ്മൾ വന്ന വഴി അങ്ങ് തിരിച്ചു പോയാൽ മതിയായിരുന്നു. പക്ഷെ ആ വഴി എനിക്ക് മറന്നുപോയി. അതാ പ്രശ്നം. ഈ ഭാഗമാണോ? ഒരു പച്ചപ്പ് നിറഞ്ഞ ഭാഗമാണ് നമ്മളെ വില്ലേജ് ഇരിക്കുന്നത്. ഇങ്ങോട്ട് നമുക്ക് അല്ല, അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. എവിടെ ആയിരുന്നെന്നാലും ഈ ഭാഗം വല്ലതും ആണ്. അത് കുഞ്ഞു ഐലൻഡാണ്. മോള് പെട്ട് കേട്ടോ. കാര്യം ചെയ്യാതാലോ, നമ്മുടെ പഴയ വീഡിയോ എടുത്തിട്ട് കോർഡിനേറ്റ്സ് നോക്കാം. അതേ നടക്കത്തുള്ളൂ. എനിക്ക് നോക്കാൻ അറിയത്തില്ല, എന്നാലും നമുക്ക് എങ്ങനെങ്കിലുമൊക്കെ നോക്കി പിടിക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ കോർഡിനേറ്റ് നോക്കാൻ ഞാൻ യൂട്യൂബ് നോക്കി ഏതാണ്ടൊക്കെ പഠിച്ചു. അതായത് ഇപ്പോഴത്തെ എൻ്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ എൻ്റെ എക്സ് എന്ന് പറയുന്നത് 726.967, Y 72.00, Z 746.082. അപ്പം ഇതാണ് വില്ലേജിൻ്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നോക്കിയാണ് നമുക്ക് പോകാനായിട്ട്. ഇതിൽ എക്സ് എന്ന് പറഞ്ഞാൽ വെസ്റ്റിലോട്ട് പോകുമ്പോൾ പോസിറ്റീവും, ഈസ്റ്റിലോട്ട് പോകുമ്പോൾ പോസിറ്റീവും, വെസ്റ്റിലോട്ട് പോകുമ്പോൾ നെഗറ്റീവും, Y ഹൈറ്റ്, Z നോർത്ത് സൗത്ത്, ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ പോകേണ്ടത് പോസിറ്റീവ് സൈഡിലോട്ടാണ്.
അപ്പോൾ നമുക്ക് വെസ്റ്റിലോട്ടാണ് പോകേണ്ടത്, അതായത് ഈ സൈഡിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. നമുക്ക് കുറേ ദൂരത്ത് ഇനി വന്നെന്നാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നില്ല ബോട്ടിൽ പോകാൻ പറ്റുമെന്ന്. നമുക്ക് ഇങ്ങനെ ഇതുവഴി പോയി നോക്കാം. മിക്കവാറും നടന്നു പോകേണ്ടി വരും. നമുക്ക് നടന്നു പോവാം, അതാണ് നല്ലത്. നമുക്ക് ഈ ബോട്ടിങ് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പോകേണ്ടത് എക്സ് പിന്നെ പോസിറ്റീവ് 64 പോസിറ്റീവ് ആണല്ലേ. ഞാൻ ഏതാണ്ടൊക്കെയാ പറയുന്നത്, എനിക്ക് അങ്ങോട്ട് കൃത്യമായിട്ട് മനസ്സിലായില്ല. ഓക്കെ, കറക്റ്റാന്ന് തോന്നുന്നു, നേരെയാണെന്ന് പോകേണ്ടത്. നമുക്ക് എന്തായാലും നേരെ പോയി നോക്കാം. എത്തുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല, ബട്ട് നമ്മൾ ട്രൈ ചെയ്ത് നോക്കും. എനിക്ക് കുറേ ആണ് വേണ്ടത്. നോർത്തിലോട്ട് പോയാൽ ഓക്കെ. നമ്മുടെ മുമ്പേ ഇട്ട ബോട്ട് കണ്ടു കിടക്കുന്നത് ആ സൈഡിലോട്ടാണ് തോന്നുന്നു പോകേണ്ടത്. നമുക്ക് ഹെൽത്ത് അല്ല, ബോട്ടിന്റെ ആവശ്യം വരും മിക്കവാറും. അപ്പൊ ഈ ഡയറക്ഷനിലോട്ട് നമുക്ക് പോയി നോക്കാം. ഇപ്പൊ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന, എനിക്ക് തോന്നുന്നു ഈസ്റ്റിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. ഞാൻ ചിങ്ങോട്ട് പോയാൽ കുറയും, അല്ല കൂടി കുറയേണ്ടത്. എന്താണ് ഇവിടെ സംഭവിക്കുന്നേ ഇങ്ങോട്ട് മനസ്സിലാവുന്നില്ല. നമ്മൾ കണ്ടുപിടിച്ചു വില്ലേജ്. നമ്മുടെ വില്ലേജ് തന്നെ ആണെന്ന് തോന്നുന്നു, ഉറപ്പൊന്നുമില്ല. അതോ വേറെ വില്ലേജാണ്, പോയി നോക്കാം. എനിക്ക് തോന്നുന്നില്ല നമ്മുടെ വില്ലേജാണ്, വേറെ വില്ലേജാന്ന് തോന്നുന്നു കണ്ടിട്ട്. സാരമില്ല, നമുക്ക് എന്തായാലും ഇപ്പൊ തൽക്കാലം അങ്ങോട്ട് പോവാം. ഓക്കെ, ഇത് വേറെ വില്ലേജാ. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഇതൊക്കെ നമുക്ക് എടുക്കാം എന്തായാലും, കാരണം എപ്പോഴാണ് എന്തെങ്കിലും സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. ഒന്നല്ല, 2-3 ഉണ്ട്. നമുക്ക് ഇനി എന്താ നോക്കാം. നിക്കടാണ് ഇല്ല, അവനടുക്കത്തില്ല. അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ നിന്നിട്ട് കാര്യമില്ല. നമുക്ക് തിരിച്ച് നമ്മുടെ മറ്റേ വില്ലേജിൽ പോകണം. ഇവിടെ ഒന്നും പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. അപ്പൊ ഇന്നൊരു ദിവസം നമ്മളിവിടെ തങ്ങും മിക്കവാറും, കാരണം രാത്രിയായേ. ഭയങ്കോളമൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ കിടന്നങ്ങ് ഉറങ്ങിയാലോ. ഇവിടെ നിന്നൊക്കെ ലൂട്ട് ചെയ്തായിരുന്നു. ഇറങ്ങിക്കേ, ഉറങ്ങാനാ സുഹൃത്തേ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ യാത്ര തുടരാം. അത് നമുക്ക് ആ കോർഡിനേറ്റ് നോക്കി തന്നെ പോയേ പറ്റത്തുള്ളൂ. ഈ വശത്ത് വല്ലതും തന്നെ ആയിരിക്കും നമ്മുടെ ബേസ്. എനിക്ക് തോന്നി ഈ വശത്താണ് നമ്മുടെ ആദ്യം നമ്മുടെ ബെഡ് വെച്ചില്ല, അത് ഈ വശത്തെങ്ങാണ്ടാണ്. നമുക്കിനി കോർഡിനേറ്റ് നോക്കാം. നമ്മുടെ വില്ലേജ് ഏകദേശം ഞാൻ പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് ആണ്. 700 സംതിങ് കറക്റ്റ് ആണ്. ഇതാണ്, അത് വേറെ വില്ലേജ് ആണ്. ഇവിടുത്തെ എല്ലാ വില്ലേജ് ഇത് വേറെ വില്ലേജ് ആണോ? നമ്മളിപ്പോ എത്ര വില്ലേജ് കണ്ടുപിടിച്ചു ദൈവമേ? ഇത് രണ്ടാമത്തെ വില്ലേജ്. ഇത് നമ്മുടെ വില്ലേജ് ആണോ? നമ്മള് വില്ലേജ് കണ്ടുപിടിച്ചു. നമ്മൾ തിരിച്ചു വന്ന സുഹൃത്തുക്കളെ, നമ്മൾ തിരിച്ചു വന്നിരിക്കുന്നു. ഞാൻ കണ്ടുപിടിക്കുന്നു പറഞ്ഞാൽ കണ്ടുപിടിച്ചേ. ഓക്കെ, അപ്പൊ ഫൈനലി നമ്മൾ തിരിച്ചു വന്ന്. അയ്യോ, ഇവിടുന്ന് പോയതാ. എത്ര നേരമായി. കെൽപ്പും കൊണ്ട് വരാൻ പോയതാ. കെൽപ്പും കണ്ടുപിടിച്ച 1 മണിക്കൂറായി. അങ്ങനെ ഞാൻ കോർഡിനേറ്റ്സ് നോക്കാൻ പഠിച്ചിരിക്കുന്നു സക്സസ്ഫുള്ളി. കോർഡിനേറ്റ് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ എത്തത്തില്ലായിരുന്നു. കെൽപ്പ് കണ്ടുപിടിക്കാൻ പോയതാ. ഇതെങ്ങനെ സംഭവം വർക്കാവുന്നതെന്ന് എനിക്കറിയത്തില്ല. ഒന്ന് ട്രൈയോ അയ്യോ പോകരുത്. ക്രീപ്പറെ ഒന്ന് പോവാവോടാ, കഷ്ടമുണ്ട്. നമുക്ക് ആദ്യം കെൽപ്പ് എങ്ങനെ വർക്കാവുന്നതെന്ന് നോക്കാം. അതെങ്ങനെ വർക്കാവുന്നതെന്ന് എനിക്കറിയത്തില്ല, ബട്ട് നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെ ഡിഗ് ചെയ്താ
എന്നിട്ട് ഇവിടെ ഇങ്ങനെ ചെയ്യണം. ഞാനാണ് ഇനി നമുക്ക് അയൺ മെൽട്ട് ആവാൻ വെച്ചത് എത്ര നേരമായി വെച്ചിട്ടേ. നമുക്ക് ഇനി ഉണ്ടാക്കേണ്ട സാധനം ഒരു ബക്കറ്റ് ഉണ്ടാക്കണം. ബക്കറ്റ് ഉണ്ടാക്കി നമ്മൾ പിന്നെ മറ്റേ സാധനം കൂടെ ഉണ്ടാക്കണം. നമ്മളൊരു ചെസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അപ്പം ഇതിൻ്റെ അകത്തോട്ട് നമുക്കിപ്പോൾ കിട്ടിയ വില പഴിക്കുന്ന സാധനങ്ങൾ വെക്കാം. അയ്യോ, ഇത് ഇവിടെ പോയത് നമുക്ക് കാണാതെ നമ്മളിവിടെ നിന്ന് മിസ്സിങ് ആയതുകൊണ്ട് നമ്മൾ ഒരു വില്ലേജും കണ്ടുപിടിച്ച് പിന്നെ ഒരു ബോട്ടിൻ്റെ അകത്തുനിന്ന് കുറേ ഷിപ്പിൻ്റെ അകത്തുനിന്ന് കുറേ സാധനമൊക്കെ കിട്ടി. ഓ എന്തൊക്കെ ബക്കറ്റ് എടുത്തിട്ട് ഇച്ചിരി വെള്ളം ഇവിടുന്ന് എടുക്കണം. അവിടുന്ന് വെള്ളം എടുക്കണ്ട. അവിടുന്ന് വെള്ളം എടുത്താൽ അവിടുത്തെ താഴോട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. ഓക്കെ, നമ്മൾ അവിടുന്ന് വെള്ളം എടുത്ത് വർക്കാവോ നോക്കാനാണ് കെൽപ്പ്. സംഭവം എങ്ങനെയാണ് വർക്കാവുന്നതെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ഇവിടുന്ന് വെള്ളം ഒഴിക്കും. ഓക്കെ, കെൽപ്പ് എങ്ങനെയാണ് വർക്കാവുന്നത് നോക്കാനാണ് ഈ പരാക്രമം. കെൽപ്പിന് എനിക്ക് തോന്നില്ല ഈ വേറൊരു ടൈപ്പ് സോയിലില്ല, അതാണ് വേണ്ടത്. ഇങ്ങനൊന്നും അല്ല, എനിക്ക് തോന്നില്ല ഇങ്ങനെയാന്ന്. ഇങ്ങനല്ല, വേറെ എന്തോ രീതിയാണ് കെൽപ്പ് വർക്കാവേണ്ടത്. നമുക്ക് വേറൊരു സോയിൽ വേണമെന്ന് തോന്നി. എന്തോ സോയിൽ, അത് സോയിൽ, ഒരു ടൈപ്പ് സോയിലുണ്ട്. അപ്പൊ അത് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കേണ്ടത്. സോൾ സാൻഡ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, സോൾ സാൻഡ്, ആ സംഭവം വേണം എന്നാണ് പറയുന്നത്. അപ്പം സോൾ സാൻഡ് ഉണ്ടെങ്കിൽ സോൾ സാൻഡും കെൽപ്പ്, അതായത് സോൾ സാൻഡിൻ്റെ മേളിൽ വെള്ളം ഒഴിച്ചിട്ട് കെൽപ്പ് വെച്ചാൽ നമുക്ക് മേലോട്ട് വരാൻ പറ്റത്തുള്ളൂ എന്നാണ് അവർ പറയുന്നത്. ബട്ട് സോൾ സാൻഡ് വേണമെങ്കിൽ നമ്മൾ മറ്റേ നെയ്തൊരു ആ സ്ഥലത്തില്ലേ അവിടെ പോകണം. അവിടെ പോകണം. അപ്പോൾ അതിനു വേണ്ടി അവിടെ പോകണമെങ്കിൽ നമുക്ക് ഒബ്സീഡിയൻ വേണം. അപ്പോൾ ഒബ്സീഡിയൻ 2 എണ്ണം എൻ്റെ കയ്യിലുണ്ട്, 2 ഒബ്സീഡിയൻ. അപ്പോൾ ഇത് എടുക്കണമെങ്കിൽ നമുക്ക് ഡയമണ്ടിൻ്റെ പിക്കാക്സ് വേണം. ഡയമണ്ട് വേണമെങ്കിൽ നമ്മളതിനെ മൈൻ ചെയ്യണം. അപ്പോൾ ഡയമണ്ട് വേണമെങ്കിൽ എന്ത് ചെയ്യണം, മൈൻ ചെയ്യണം. 2 എണ്ണം ഉണ്ട്, 2 ഒബ്സീഡിയൻ ഉണ്ട് ഇവിടെ. അപ്പോൾ 2 ഒബ്സീഡിയൻ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ 1-2 എണ്ണം വെച്ചാൽ ഇവിടെ ഫില്ലാവും. ഇതിൻ്റെ അടിയിലോട്ട് വെള്ളം ഒഴിച്ച് നോക്കാം നമുക്ക് ബക്കറ്റിൽ പോയിട്ട്. ഇവിടെ വെള്ളം ഒഴിച്ചാൽ ചിലപ്പം ഈ ലാവ എല്ലാം മാറി ഒബ്സീഡിയൻ ആവും. അപ്പൊ ഇത് സംഭവം ആണെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് അല്ലാതെ പൊട്ടിക്കാം, പക്ഷെ കുറെ നേരം എടുക്കും പൊട്ടിക്കണമെങ്കിൽ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഡയമണ്ട് കണ്ടുപിടിക്കണം. എന്നാലേ നമുക്ക് നേതറിൽ പോയിട്ട് സോൾ സാൻഡ് കണ്ടുപിടിക്കാൻ പറ്റുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇതിലോട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് പോലെ ഇട്ടിട്ട് ഇറങ്ങിയാൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ അത്യാവശ്യം ലെങ്ത് ഉള്ള വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇനി എഡിറ്റ് ചെയ്യുമ്പോഴും അത്യാവശ്യം ലെങ്ത് കാണും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത നല്ല എപ്പിസോഡായിട്ട് കാണാം. ബൈ.